ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോ ആദ്യം ഓയിൽ ഇട്ടു. എന്നിട്ട് ഇപ്പൊ നമ്മളിനി ഒനിയൻ സവാള ഇടും. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഗാർലിക് ഉണ്ട്, അത് നമ്മൾ സൈഡിൽ ഇടും. പിന്നെ ഒരു ചില്ലി. ഞങ്ങൾക്ക് അധികം ഹെൽത്തി ആകാൻ ഇഷ്ടം. ഹെൽത്തി വേണ്ട, ഒരു ദിവസം ചീറ്റ് ആക്കാം. മതിയാ? നമുക്ക് വന്നൊരു 4 മുട്ടൊക്കെ ആക്കിയിട്ട് ബാക്കി പൊളിച്ച് വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരുമിച്ചാണ് ഇട്ട എല്ലാം കൂടെ അല്ലേ? അതല്ലേ അല്ലേ, 6 ഇട്ടിട്ടില്ല, നല്ല അടിക്കാം. മെല്ലെ വരാന്ന് പണിക്കില്ല അല്ലേ? ഉപ്പിട്ടതിന് കുറച്ച് ഇതാവും, പെട്ടെന്ന് സോട്ടയാവും. ദിവസം പണിയെടുക്കുക, 7ാമത്തെ ദിവസം ഇതുപോലെ സമാധാനത്തിൽ അവിടെ അടിപൊളി അടിപൊളി. നമ്മുടെ മസാല ഇപ്പം ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇടുന്നു. ഇത് ഓൾമോസ്റ്റ് 6 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് കുറച്ച് നമ്മൾ ക്യുമിൻ പൗഡർ ഇടുന്നു. നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന്. പിന്നെ കുറച്ച് ഗരം മസാല, ഇനി ഇത് കുറച്ച് നമ്മൾ വഴറ്റിയതിന് ശേഷം നമ്മൾ ഇനി ടൊമാറ്റോ ഇടും. ഒരു ടൊമാറ്റോ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ടൊമാറ്റോ, ഒരു ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡൈസായിട്ട് കട്ട് ചെയ്ത്. ഇനി നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കുന്നു, ഇത് നല്ലോണം വേകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിക്കാം മുട്ട ഇടുന്നതിന് മുമ്പ്. അത് മതി. ഓക്കെ, ഇനി നമ്മൾ 6 മുട്ട ഇടുന്നു. ഇതിൽ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് 6 മുട്ടക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ മുട്ട നമ്മൾ എടുത്തിട്ടുള്ളത് കേജ് ഫ്രീ മുട്ടയാണ്, ഓർഗാനിക്. ഇനി നമ്മൾ മുട്ട ഓരോന്ന് ഇടാൻ പോകാമെന്ന്.
സമാധാനത്തിൻ്റെ അങ്ങേറ്റാണ് കേട്ടോ. ഓ ഏതാ മൂഡ് നമുക്ക്. അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ മുട്ട റോസ്റ്റ് നമ്മൾ ഒരു 10,000 എന്ന് പറഞ്ഞ സാധനത്തിൽ ഇവിടെ കഴിക്കുന്നത്. ഒരു പൂരിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ടൈപ്പാണ്. അടിപൊളി. ഓ